നമസ്കാരം. കൗണ്ടർ പ്രസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്പെയിൻ വേഴ്സസ് ഫ്രാൻസ് സെമി ഫൈനൽ മത്സരത്തിനെ കുറിച്ചാണ്. 2-0 എന്നുള്ള സ്കോർ ലൈനിൽ സ്പെയിൻ വിജയിച്ച് കയറിയിരിക്കുകയാണ്. അതിന്റെ അനാലിസിസിലേക്ക് നമുക്ക് ഡയറക്റ്റ് കിടക്കാം. ഒരു 4-2-3-1 4-3-3 ഹൈബ്രിഡ് ഷേപ്പിലേക്കായിരുന്നു സ്പെയിൻ അണിനിരന്നിരുന്നത്. ഇതിൽ ഏറ്റവും വലിയ ചോദ്യം എന്തായിരുന്നു പറഞ്ഞാൽ മിഡ്ഫീൽഡിൽ ഒയർസബാൽ ഡ്രോപ്പ് ചെയ്ത് വന്നിട്ട് ഓവർലോഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു. ആൻഡ് സ്പെയിന് അതിനുള്ള ഉത്തരം പറ്റും എന്നുള്ളതായിരുന്നു. കാരണം ഫ്രാൻസ് വളരെ റിലക്റ്റന്റ് ആയിരുന്നു ആ ഒരു ഒയർസബാലിനെ ഫോളോ ചെയ്തിട്ട് ആ ഒരു ഓവർലോഡ്സിനെ ഡീൽ ചെയ്യാനായിട്ട്. ഇതോടൊപ്പം തന്നെ സ്പെയിൻ തങ്ങളുടെ 2 വിങ്ങേഴ്സിനെയും ഇൻവേർട്ടഡ് ആയിട്ട് പ്ലേസ് ചെയ്യുന്നു. ലമിൻ യമാലിനെയൊക്കെ ഒരുപാട് തവണ നമുക്ക് ഈ ഒരു ഇൻസൈഡ് ഹാഫ് സ്പേസ് ചാനലിൽ ഫസ്റ്റ് ഹാഫിലൊക്കെ കാണായിരുന്നു. ഇതോടൊപ്പം തന്നെ സ്പെയിൻ്റെ അറ്റാക്ക് ലെഫ്റ്റ് ഹാൻഡ് ചാനലിൽ വളരെ ലീത്തലായിരുന്നു. ഒരുപാടധികം അറ്റാക്സ് സ്പെയിൻ ഈ ഒരു ലെഫ്റ്റ് ചാനലിലൂടെ നടപ്പിലാക്കി. നമുക്ക് ലപ്പോർട്ടിന്റെ ടച്ച് മാപ്സും കാര്യങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരുപാടധികം ടച്ചസ് ആ ഒരു ലെഫ്റ്റ് ഹാഫ് സ്പേസസിൽ ഉണ്ടായി എന്നുള്ളത്. ഇതിനർത്ഥം ലപ്പോർട്ട് എപ്പോഴും ബോൾ പ്രോഗ്രഷന് വേണ്ടിയിട്ട് ചെയ്യുന്നു എന്നുള്ളതുണ്ടായിരുന്നു. ഇതോടൊപ്പം ആ ഒരു സോണിൽ റൊട്ടേഷൻസ് വരികയും അല്ലെങ്കിൽ കുക്കുറയെ കുണ്ടേനെ ഒക്യുപ്പൈ ചെയ്യുകയാണെങ്കിൽ വൈസ് വേഴ്സ അലക്സ് ബയനെ കുണ്ടേനെ ഒക്യുപ്പൈ ചെയ്യുകയാണെങ്കിലും വൈഡർ ചാനൽസിൽ സ്പേസസ് ഓപ്പൺ അപ്പ് ആയിരുന്നു. കാരണം ഈ ലപ്പോർട്ടിനെ പ്രസ് ചെയ്യാനായിട്ട് പലപ്പോഴും ഈ പറയുന്ന ഡെംബലെ ഫോഴ്സ്ഡ് ആയിരുന്നു. ഇനി ഡെംബലെ ജമ്പ് ചെയ്യാതെ സിറ്റ് ബാക്ക് ചെയ്തിരുന്നാൽ വളരെയധികം ഡീപ്പായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ഫ്രാൻസ് പോയിരുന്നു. ഇതിനാൽ തന്നെ കൗണ്ടർ പ്രസ് ചെയ്തിട്ട് ബോളുകൾ വിൻ ചെയ്യാനും ആ ഒരു സോണിൽ സ്പെയിൻ എളുപ്പമായിരുന്നു. അതുകൊണ്ട് ഡെംബലയ്ക്ക് പലപ്പോഴും അവിടെ നിന്ന് ജമ്പ് ചെയ്യേണ്ടി വരുന്നു. ജമ്പ് ചെയ്തിട്ട് ബോൾ വിൻ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായപ്പോഴൊക്കെ ഫ്രാൻസിന് നല്ല ലീത്തൽ ത്രെറ്റ് കൊടുക്കാനായിട്ട് ട്രാൻസിഷനിൽ സാധിച്ചിരുന്നു. കൺവേർട്ട് ചെയ്യാനായിട്ടൊന്നും സാധിച്ചില്ല. അതോടൊപ്പം തന്നെ സ്പെയിൻ്റെ ഗോൾ കീപ്പർ ആയിട്ടുള്ള ഉനായ് സിമോണിനെ എടുത്തു പറയേണ്ടതാണ്. ഒരു സ്വീപ്പർ കീപ്പർ എന്നുള്ള രീതിക്ക് പല ബോളുകളും സ്വീപ്പ് ചെയ്യുന്നു. ഡിഫൻസ് ലൈൻ അതിനനുസരിച്ച് ഡീൽ ചെയ്യുന്ന കാഴ്ചകൾ വരുന്നു. സ്പെയിൻ്റെ പ്ലെയേഴ്സ് ഒരു ടീം എന്നുള്ള രീതിക്ക് ട്രാക്ക് ബാക്ക് ചെയ്തിട്ട് ഷേപ്പിലേക്ക് പോകുന്ന കാഴ്ച പലപ്പോഴും നമ്മൾ കാണുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ വൈഡർ സോൺസിലേക്ക് ഫാബിയൻ റൂയിസും കൂടി വന്നപ്പോൾ അവിടെ ഒരു ഓവർലോഡ്സ് സൃഷ്ടിക്കാനായിട്ട് സ്പെയിന് വളരെയധികം സാധിച്ചിരുന്നു. അവിടെ നിന്ന് തന്നെ ഇൻ ബിഹൈൻഡ് സ്പേസസ് ഓപ്പൺ അപ്പ് ചെയ്യാനും റൺസ് നടത്താനായാലും അലക്സ് ബയനയ്ക്കും അല്ലെങ്കിൽ കുക്കുറയ്ക്കും സാധിച്ചിരുന്നു. ആ ഒരു സോണിൽ നിന്നിട്ടുള്ള കൊടുക്കുന്ന ക്രോസിൽ നിന്നിട്ടാണ് സ്പെയിൻ ആദ്യ പെനൽറ്റി റിസീവ് ചെയ്യുന്നത്. ഇനി ഫ്രാൻസ് ആവട്ടെ ബിൽഡ് ചെയ്തിരുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷേപ്പിലായിരുന്നു. സെന്റർ ബാക്സിനെ വൈഡായിട്ട് ഡിപ്ലോയ് ചെയ്തിട്ട് ഒരു ബേസ് 2 എന്നുള്ള സ്ട്രക്ചറിൽ ഫ്രാൻസ് ബിൽഡ് ചെയ്യുന്നു. കുണ്ടേനെ ഒരു ഹൈ ആയിട്ട് പുഷ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിച്ചിരുന്നു. ഇതോടൊപ്പം തന്നെ ഡെംബലെ സെൻട്രൽ സോൺസിലേക്ക് പൊസിഷണൽ റൊട്ടേഷൻ ആയിട്ട് പോകുന്നു. ടാക്ടിക്കലി ഗെയിമിൽ ഇത് ആദ്യം അഡ്വാൻറ്റേജ് ഫ്രാൻസിന് കൊടുത്തെങ്കിലും പിന്നീട് അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സ്പെയിന് സാധിച്ചിരുന്നു. കാരണം അലക്സ് ബയനയും ഒയർസബാലും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും പൊസിഷണൽ സ്ട്രക്ചറും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഒയർസബാൽ പലപ്പോഴും സെൻറ്റർ ബാക്കിലുള്ള പാസിംഗ് ലൈൻ കട്ട് ചെയ്യുമ്പോൾ അലക്സ് ബയനയ്ക്ക് ഇൻസൈഡിലേക്ക് മൂവ് ചെയ്യാനും ഈ പറയുന്ന സെൻട്രൽ സോൺസ് കവർ ചെയ്യാനായിട്ട് എളുപ്പമാക്കിയിരുന്നു. ഇതിനാൽ തന്നെ എംബാപ്പെ ലെഫ്റ്റ് ഹാൻഡ് ചാനലിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യുമ്പോൾ റോഡ്രിക്ക് ധൈര്യമായിട്ട് ഫോളോ ചെയ്ത് ടൈറ്റായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതുകൊണ്ട് തന്നെ ബോൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ആ ഡെംബലിനെ ഡിഫ്യൂസ് ചെയ്യാനായിട്ട് അലക്സ് ബയനയ്ക്ക് സാധിച്ചു. അതോടൊപ്പം തന്നെ സ്വിച്ചസ് ക്ലോസ് ചെയ്യാനായിട്ടും സ്പെയിൻ ഉറപ്പാക്കുന്നുണ്ടായിരുന്നു. ഈ സ്വിച്ചസ് ക്ലോസ് ചെയ്യാനായിട്ട് എല്ലാവരും ഈ പറയുന്ന പോലെ ഫ്രണ്ട് ലൈനിലുള്ള 2 പ്ലെയേഴ്സ് പോലും ഇറങ്ങി വന്ന് പ്രസ് ചെയ്യുന്ന കാഴ്ച സ്പെയിൻ ഇന്നലെ ഒരുപാട് കണ്ടിരുന്നു. ഒരു യൂണിറ്റ് പോലെ ഒരു മിനി ടീം യൂണിറ്റ്സുകളായിട്ട് സ്പെയിൻ സെപ്പറേറ്റ് ചെയ്തിട്ട് പ്രസ് ചെയ്യുന്ന കാണുന്നുണ്ടായിരുന്നു. അതിപ്പോൾ ഈ പറയുന്ന എംബാപ്പയ്ക്ക് റിസീവ് ചെയ്തിട്ട് ലൈൻസ് ബ്രേക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കുമ്പോഴായാലും ഫസ്റ്റ് ലൈൻ ഓഫ് പ്രഷറിൽ നിന്നുള്ള ഓൾമോ ആയാലും ഒയർസബാലായാലും ഇറങ്ങി വന്നിട്ട് അവിടെ കമ്പൈൻ ചെയ്ത് പ്രസ് ചെയ്തിട്ട് ടേൺ ഓവേഴ്സ് എടുക്കുന്നുണ്ടായിരുന്നു. ഇത്രയും അധികം ടേൺ ഓവേഴ്സ് ഇന്നലെ സ്പെയിനിന് ഫ്രാൻസിനെതിരെ എടുക്കാനായിട്ട് സാധിച്ചു. ഇനി ആ ടേൺ ഓവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇവരെന്താ ചെയ്യുക? അപ്പോൾ തന്നെ കൗണ്ടർ അറ്റാക്സ് കൊടുക്കാതെ ഇൻ പൊസിഷനിൽ വളരെ പേഷ്യൻ്റ് ആയിട്ട് സ്പെയിൻ ബോൾ സർക്കുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് പിന്നെ വീണ്ടും ബിൽഡ് ചെയ്തുകൊണ്ട് ഫ്രാൻസിനെ ഒരു ബ്ലോക്കിലേക്ക് ഇരുത്താനായിട്ട് സ്പെയിൻ ശ്രമിക്കുന്നു. കാരണം എന്തുകൊണ്ടാണ്? ഒരു ബാസ്കറ്റ് ബോൾ ഗെയിം പോലെ അപ്പ് ആൻഡ് ഡൗൺ പോകുന്ന ഒരു ഗെയിം സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫ്രാൻസിന് അവിടെ വളരെയധികം അഡ്വാൻറ്റേജ് ആണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ബ്രില്യൻ്റ് ആയിട്ട് ഗെയിം മാനേജ്മെൻറ്റ് ചെയ്യുന്നു. നമ്മൾ ഗെയിം മാനേജ്മെൻറ്റ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നതാണ് അതൊരു ടൈം വേസ്റ്റിംഗ് മാത്രമാണെന്നുള്ളത്. അത് മാത്രമല്ല ഗെയിം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത്തരം സാഹചര്യങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യാം, ഇത്തരം പ്രൊഫൈൽസ് ഉള്ള ടീമിനെതിരെ എങ്ങനെയാണ് ഒരു ഗെയിം സ്റ്റേറ്റ് കൊണ്ടുപോകേണ്ടത് എന്നൊക്കെ വരുന്നൊരു കാര്യം കൂടിയാണ് ഈ ഗെയിം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എന്നാൽ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളായിരുന്നു റോഡ്രി കൊടുത്തിരുന്നത്. ഡിഫെൻസീവ്ലി അത്ര സ്പെയിനെ പാടിപ്പുകഴ്ത്താനായിട്ടുണ്ടാകുന്ന ഏറ്റവും വലിയ കാരണങ്ങളൊന്നാണ് റോഡ്രി എന്നും കൂടെ ഉള്ളത്. കാരണം വൈഡർ ചാനൽസിലേക്ക് ഈ പറയുന്ന എംബാപ്പയ്ക്ക് പോകുമ്പോൾ ടൈറ്റായിട്ട് മാർക്ക് ചെയ്യാനായിട്ട് റോഡ്രിക്ക് യാതൊരു മടിയുണ്ടായിരുന്നില്ല. ഇതോടൊപ്പം തന്നെ സെൻട്രൽ സോൺസ് കവർ ചെയ്യാനായിട്ട് ഫാബിയൻ റൂയിസ് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് മാത്രമല്ല മറ്റു പ്ലെയേഴ്സ് ഇറങ്ങി വന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് അവിടെ റിസീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ സ്പെയിൻ്റെ ഫ്രണ്ട് ലൈനുള്ള പ്ലെയേഴ്സ് ആയിട്ടുള്ള ഒയർസബാലും ഓൾമോ ഒക്കെ എപ്പോഴും വന്നിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഡിഫൻസിനെ ശ്രമിക്കുന്നുണ്ട്. സ്പെയിൻ ഒരുപാടധികം ഡിഫെൻസീവ്ലി പ്ലെയേഴ്സ് തമ്മിൽ കോംപ്ലിമെന്റ് ചെയ്യുന്ന കാഴ്ച ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റോഡ്രിനെ ഓവർലോഡ് ചെയ്തുകൊണ്ട് ഇവിടെ 2v1 സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും. റോഡ്രി വൈഡർ ചാനൽസിലേക്കും
ഫോഴ്സ്ഡ് ആവുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു സീക്വൻസിലുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഒയർസബാലിനെ ശ്രദ്ധിക്കുക. ഫ്രണ്ട് ലൈൻ ഓഫ് പ്രസ്സിൽ നിന്നിട്ട് ട്രാക്ക് ബാക്ക് ചെയ്ത് വന്നിട്ട് നേരെ ഈ വൈഡർ സോണിലേക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതോടൊപ്പം എന്ത് സംഭവിക്കുന്നു, അങ്ങനെ ഒയർസബാൽ അവിടെ പ്രസ് ചെയ്യാൻ എത്തുമ്പോൾ റോഡ്രി റിട്രീറ്റ് ചെയ്തിട്ട് സെൻട്രൽ സോണിലേക്ക് തിരിച്ചു പോവാണ്. മിഡിൽ ഓഫ് ദ പിച്ച് സെക്യൂർ ആക്കേണ്ടതുണ്ട്. ഇതിനൊക്കെ കൂടി മറ്റ് പ്ലേയേഴ്സിന്റെ ഹെൽപ്പോട് കൂടി വരുമ്പോൾ സ്പെയിൻ ഒരു ടീം യൂണിറ്റ് എന്നുള്ള രീതിക്ക് ബ്രില്യൻ്റ് ആവുന്നു ഡിഫെൻസീവ്ലി. ഫ്രാൻസിന്റെ പ്രസ് പലപ്പോഴും ഡിസ്കണക്റ്റഡ് ആയിട്ട് നമ്മൾ കണ്ടിരുന്നു. രണ്ട് പ്ലേയേഴ്സ് ഒരു പ്ലെയറിനെ മാർക്ക് ചെയ്യുന്ന സാഹചര്യങ്ങൾ, ലൈൻസിനിടയിൽ ഒരുപാട് സ്പേസ് കിട്ടുന്ന കാഴ്ചകൾ, ഇതിനൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റിയ പ്ലെയർ പ്രൊഫൈൽസ് ആണ് സ്പെയിൻ ഉണ്ടായത്. ഈ യമാൽ ഇൻസൈഡിലേക്ക് വരുമ്പോൾ ഓവർലോഡ്സ് സെൻട്രലി കൊടുത്തുകൊണ്ട് അവിടെ പെനട്രേഷൻസ് നടത്താനായിട്ട് ശ്രമിച്ചിരുന്നു സ്പെയിൻ. പക്ഷെ ആ ശ്രമങ്ങൾ പൊസിഷൻ ലോസ്റ്റ് ആവുന്നതിൽ റിസൾട്ട് ആയപ്പോഴും സ്പെയിന്റെ റഷ് ഡിഫൻസ് ആണ് അവിടെ സ്പെയിനെ സേവ് ചെയ്തത്. ഒരു 3-2 എന്നുള്ളൊരു സ്ട്രക്ചർ കീപ്പ് ചെയ്യാനായിട്ട് സെൻട്രൽ സോൺസിലൂടെ പെനിട്രേറ്റ് ചെയ്യുമ്പോൾ സ്പെയിൻ ശ്രദ്ധിച്ചിരുന്നു. അല്ലാത്ത പക്ഷം സ്റ്റാഗേർഡ് ആവുന്ന റോഡ്രി ഫാബിയൻ റൂയിസ് കോമ്പിനേഷൻ നമ്മൾ കണ്ടിരുന്നു. പക്ഷെ സെൻട്രലി പെനിട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വിംഗേഴ്സ് ഇൻസൈഡിലേക്ക് വരുമ്പോൾ ആവശ്യത്തിനധികം പ്ലേയേഴ്സ് ഉള്ളിലുള്ളതിനാൽ ഈ പറയുന്ന റഷ് ഡിഫൻസ് എപ്പോഴും സെക്യൂരിറ്റി കൊടുക്കാനായിട്ട് റെഡിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാടധികം ടേൺ ഓവേഴ്സ് കൗണ്ടർ പ്രസ് ചെയ്തുകൊണ്ട് ക്വിക്ക് ആയിട്ടുള്ള ഷോർട്ട് ഡിസ്റ്റൻസസിൽ സ്പെയിൻ എടുക്കാൻ പറ്റിയിരുന്നു. ഫ്രാൻസിന് അവരുടെ സ്ട്രക്ചർ വെച്ചിട്ട് സ്ട്രക്ചറലി അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സ്പെയിനെതിരെ സാധിക്കുമായിരുന്നു. പക്ഷേ അതിൻ്റെ പേഴ്സണൽസ് എവിടെയാണെന്നുള്ളതനുസരിച്ചിട്ട് വളരെയധികം സെൻസ് ഇല്ലാത്ത സാഹചര്യങ്ങളിൽ എത്തിപ്പെടുന്നുണ്ടായിരുന്നു ഫ്രാൻസ്. ഡെമ്പലെ സെൻട്രൽ സോൺസിലേക്ക് പോകുമ്പോൾ റോഡ്രിക്ക് അതൊരു ഓവർലോഡ് ആവുന്നുണ്ടായിരുന്നു. ആ ഒരു ഓവർലോഡിന് അഡ്വാൻറ്റേജ് എടുക്കാനായിട്ട് ഫ്രാൻസിന് ഇന്നലെ സാധിച്ചില്ല. ഫ്രാൻസിന്റെ CDM ആയിട്ടുള്ള ചുവമേനിനെ പ്രസ് ചെയ്യാനായിട്ട് ഫാബിയൻ റൂയിസ് കമ്മിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ടൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്യാനായിട്ട് ഫാബിയൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ എലക്സ് ബയനയാണ് ഒലീസയെ മാർക്ക് ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെ ഫ്രാൻസിന് വിട്ട് കൊടുക്കുന്ന കുണ്ടെ അവിടെ 1v1 സിറ്റുവേഷൻസിലും അല്ലെങ്കിൽ ഫുൾ ബാക്കിനെതിരെയും ഓപ്പോസിറ്റ് വരുന്നു. പക്ഷെ അങ്ങനെ വരുമ്പോൾ ആ ഒരു സാഹചര്യങ്ങൾ മുതലാക്കാൻ പറ്റിയൊരു പ്ലെയർ അല്ല കുണ്ടെ എന്നുള്ളത്. അല്ലെങ്കിൽ അവിടെ നിന്നിട്ട് പ്ലേ പ്രോഗ്രസ് ചെയ്യാനായാൽ പോലും വളരെയധികം ഐസൊലേറ്റഡ് ആവുന്ന കാഴ്ച കാണുന്നുണ്ടായിരുന്നു. സ്പെയിൻ ആകട്ടെ ഫ്രണ്ടിലുള്ള പ്ലേയേഴ്സ് ട്രാക്ക് ബാക്ക് ചെയ്ത് വരുന്നതിനാലും എലക്സ് ബയന അവിടെ ഡെവലപ്പ് ചെയ്യാൻ വരുന്നതിനാലും ഒരു 3v1 സിറ്റുവേഷനൊക്കെ വരെ ഡിഫെൻസീവ്ലി ക്രിയേറ്റ് ചെയ്യാനായിട്ട് സ്പെയിന് സാധിക്കുന്നു. ഇനി എടുത്തു പറയേണ്ട വേറൊരു വ്യക്തിയാണ് കുബാസി എന്ന് പറയുന്നത്. ഞാൻ ലപ്പോർട്ടിന് ഇത്രയധികം പുകഴ്ത്തിയത് വേറെ ഒന്നുണ്ടല്ല, ഒരുപാട് ഡിസൈസീവ് ആയിട്ടുള്ള പാസസും ത്രൂ ബോൾസും പ്ലേ ഒക്കെ ഡിക്റ്റേറ്റ് ചെയ്യാനായിട്ട് ലപ്പോർട്ടിന് സാധിച്ചിരുന്നു. അതേപോലെ തന്നെ കുബാർസിക്കും സാധിച്ചിരുന്നു. അതിനുള്ള ലെസ് ടച്ചസ് ഉണ്ടായിരുന്നു മാത്രം. കാരണം പ്ലേ ഒട്ടുമിക്കത് നടന്നത് ലെഫ്റ്റ് ഹാൻഡ് ചാനലിലായിരുന്നു. റൈറ്റ് ഹാൻഡ് ചാനൽസിലൂടെ പ്ലേ പ്രോഗ്രസ് ആയപ്പോൾ ആ ഒരു ഫസ്റ്റ് ഗോളിലേക്ക്, അതായത് പെനൽറ്റി ഇൻസിഡന്റിലേക്ക് വരുമ്പോഴും കുബാർസിയിൽ നിന്നിട്ടുള്ള ലൈൻ ബ്രേക്കിംഗ് പാസ്സാണ് അവിടെ തുടങ്ങുന്നത്. പിന്നെ നമ്മൾ പ്രീ മാച്ച് അനാലിസിസിലൊക്കെ പറഞ്ഞ പോലെ കുബാർസിയിലേക്ക് ബോൾ റിസീവ് ആയിട്ട് കുബാർസി അവിടെ നിന്ന് ഇൻ ബിഹൈൻഡ് ബോളുകൾ കൊടുക്കുകയാണെങ്കിൽ, അതായത് ഒയർസബാലിനെ ഫോളോ ചെയ്തിട്ട് ഒരു സ്ട്രൈക്കർ വരികയാണെങ്കിൽ അവിടെ സ്പേസസ് ഓപ്പൺ അപ്പ് ആവും നമ്മൾ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ സംഭവിച്ചിട്ടാണ് ആ ലമീൻ യമാലിന്റെ ഓഫ് സൈഡ് ഗോൾ എന്ന് പറയാൻ പറ്റില്ല, ഓഫ് സൈഡ് അവിടെ ആയിട്ടുള്ള ഇൻസിഡന്റ് വരുന്നത്. അപ്പോൾ ആ ഒരു പാറ്റേൺ നമുക്ക് ഇനിയുള്ള ഗെയിമിലും ഫൈനലിലും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഫ്രാൻസ് കുറച്ചും കൂടി അധികം അഗ്രസീവ് ആവാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ടെക്നിക്കലി ഇത്രയും എബിലിറ്റിയുള്ള സ്പെയിനെതിരെയും റൊട്ടേഷൻസ് നടത്തുന്ന സ്പെയിനെതിരെയും പ്ലെയർ പൊസിഷൻസ് എടുക്കാൻ ഏറ്റവും അധികം ബ്രില്യൻ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഉള്ള സ്പെയിനെതിരെയും ഫ്രാൻസിന് ഇത് കണക്റ്റഡ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരുപാട് സ്പേസുകൾ ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് വരുന്നു. സ്പെയിൻ്റെ 2 മിഡ്ഫീൽഡേഴ്സിനെതിരെ മാൻ ടു മാൻ പോകാനായിട്ട് ഫ്രാൻസ് തീരുമാനിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ ഇൻ ബിഹൈൻഡ് ആയിട്ട് ഡാനി ഓൾമോയ്ക്കൊക്കെ റിസീവ് ചെയ്യാനായിട്ട് സ്പേസസ് കിട്ടുകയാണ്. അങ്ങനെ റിസീവ് ചെയ്തിട്ട് പ്രോഗ്രസ് ചെയ്യുന്ന ആ ഒരു സീക്വൻസിൽ നിന്നിട്ടാണ് സെക്കൻഡ് ഗോൾ സംഭവിക്കുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ വിട്ട് കൊടുക്കാനായിട്ട് ഈ പറയുന്ന വിങ്ങേഴ്സ് ശ്രമിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് റൈറ്റ് ഹാൻഡ് സൈഡിലൊക്കെ ലേറ്റ് ആയിട്ടുള്ള ഓവർലാപ്സ് ഒക്കെയാണ് ഈ പറയുന്ന പെഡ്രോ പോറോ നടത്തിയിരുന്നത്. പക്ഷെ പോറോ എന്ത് ചെയ്യുന്നു, ഗിവ് ആൻഡ് ഗോ എന്നുള്ള പെർഫെക്റ്റ് കോമ്പിനേഷൻ അവിടെ ചെയ്തുകൊണ്ട് ഡാനി ഓൾമോയുടെ കിട്ടിലൻ അസിസ്റ്റിൽ സെക്കൻഡ് ഗോൾ നേടിക്കൊണ്ട് ഗെയിം സീൽ ചെയ്യാണ്. സോ ഇതായിരുന്നു ടാക്ടിക്കൽ വിശേഷങ്ങൾ. മാച്ചിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാച്ചായിരുന്നു. ഫൈനലൊക്കെ ഇതിനേക്കാൾ അടിപൊളിയാവും നമുക്ക് പ്രതീക്ഷിക്കാം. അർജന്റീനയാണോ അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ആണോ എന്നുള്ളത് നമുക്ക് ഇന്ന് രാത്രി അറിയാൻ കഴിയുന്നതാണ്. എന്തായാലും നമ്മൾ വളരെയധികം എക്സൈറ്റഡ് ആണ്. ആ ഒരു മാച്ചിൻ്റെ അനാലിസിസ് ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും വീണ്ടും താങ്ക് യു പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ബൈ.